ലേ ലഡാക്കിൽ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തി. ഇന്ന് പുലർച്ചെ 4:33 ഭൂചലനമുണ്ടായത്. ഭൂനിരപ്പിൽ നിന്ന് 5 കിലോമീറ്റർ താഴെയാണ് പ്രഭവ കേന്ദ്രം. PR അരവിന്ദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരവിന്ദ്, എപ്പോഴാണ് ഈ ഭൂചലനം അനുഭവപ്പെട്ടത്? ഏതൊക്കെ മേഖലകളിലായിരുന്നു ഭൂചലനം? ഇന്ന് പുലർച്ചെ 4:33 കൂടിയാണ് ഭൂചലനമുണ്ടായത്. ലേ ലഡാക്ക് മേഖലയിലാണ് ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.5 തീവ്രത രേഖപ്പെടുത്തിയെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഭൂനിരപ്പിൽ നിന്ന് 5 കിലോമീറ്റർ താഴെയാണ് ഇതിന്റെ പ്രഭവ കേന്ദ്രം. കഴിഞ്ഞ ദിവസവും ലേ ലഡാക്കിലെ കാർഗിൽ മേഖലയിൽ 5.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായിരുന്നു. എന്തായാലും ആ സംഭവവുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആളപായമൊന്നോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ഇത്തവണ അടിക്കടി ഉണ്ടാകുന്ന ഭൂചലനത്തിൽ ആ പ്രദേശവാസികൾ ആശങ്കയിലാണ്. എന്തായാലും ഇപ്പോൾ ആശങ്കയ്ക്ക് യാതൊരുവിധ കാരണമില്ല, അല്ലെങ്കിൽ പെടേണ്ടതില്ലെന്നാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അമൃത. അരവിന്ദ്, മറ്റൊന്ന്, ഡൽഹിയിൽ ശൈത്യം വലിയ തരത്തിൽ അനുഭവപ്പെടുകയാണ്. കനത്ത മൂടൽമഞ്ഞാണ് എന്നൊക്കെ പറയുന്നുണ്ട്. നിലവിൽ എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ അതിശൈത്യത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് കനത്ത മൂടൽമഞ്ഞ്. ഡൽഹി ഉൾപ്പെടെയുള്ള സമീപ പ്രദേശത്ത് ഇപ്പോൾ കനത്ത മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത്. കാഴ്ചപരിധി എന്ന് പറയുന്നത് 150 മീറ്റർ മാത്രമാണ്. 150 മീറ്റർ എന്ന് പറയുമ്പോഴും 150 മീറ്റർ പോലും കാഴ്ചപരിധി വളരെ കുറഞ്ഞാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. വിമാന സർവീസുകളെ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാധിച്ചിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ വിമാന സർവീസുകളെ ഈ മൂടൽമഞ്ഞ് കനത്ത രീതിയിൽ ബാധിക്കുമെന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതേസമയം തന്നെ ഡൽഹിയിൽ ഈ ശൈത്യം കടുത്ത ശൈത്യത്തിലേക്ക് പോകുമ്പോൾ വായുമലിനീകരണവും രൂക്ഷമാകുന്നത് ആശങ്കകൾക്ക് വഴിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഈ വായുമലിനീകരണം രൂക്ഷമായ സാഹചര്യത്തിൽ ഡൽഹി സർക്കാർ കൂടുതൽ നിയന്ത്രണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. ഇത്തരത്തിൽ BS3 ഡീസൽ, അതുപോലെ തന്നെ BS4 ഡീസൽ വാഹനങ്ങൾക്ക് ഡൽഹിയിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ശൈത്യം ഉൾപ്പെടെ കനക്കുമ്പോൾ കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഈ വായുമലിനീകരണം കാരണമായേക്കാമെന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശവും ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. എന്തായാലും ഡൽഹി ഉൾപ്പെടെയുള്ള മേഖലകൾ അതിശൈത്യത്തിലേക്ക് തന്നെയാണ് കടക്കുന്നത്. അതേസമയം വായുമലിനീകരണവും വലിയ രീതിയിലുള്ള ആശങ്കകൾ ഉയർത്തുകയാണ്. അമൃത.